ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ അതിനത്രയും ക്ലോത്ത് വേണമെന്നുള്ള സംഭവം നമ്മൾ പറഞ്ഞു തരുന്നത്. ഇത്ര ക്ലോത്താണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. പോളി കോട്ടനാണ് മെറ്റീരിയൽ. മിക്സഡ് കോട്ടൺ വിത്ത് പോളിസ്റ്റർ, അങ്ങനെയാണ്. പോളിസ്റ്റർ കോട്ടൺ ആണ് കേട്ടോ ശരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നീളം വന്നിട്ട് 12 ഇഞ്ച്, വീതി വന്നിട്ട് 11 ഇഞ്ച് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ താഴെ നമുക്ക് ക്യാൻവാസ് വെക്കണം. ക്യാൻവാസ് വെക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതുതരം ക്യാൻവാസാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ സെയിം അളവിൽ തന്നെ ക്യാൻവാസ് എടുക്കണം. ഫുൾ റോളിൽ നിന്നാണ് നമ്മളിത് മുറിച്ചെടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. ക്യാൻവാസ് കുറച്ച് കൂടുതൽ ഒന്നിച്ച് ക്യാൻവാസ് കഴിച്ച് വയ്ക്കുമ്പോൾ ഇതിൽ ഇപ്പോഴും ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഫോൾഡിങ്ങുകൾ വരും. ഫോൾഡിങ്ങുകൾ ഇങ്ങനെ മടക്കുകൾ വന്നിട്ട് അത് പൊട്ടാനൊക്കെ സാധ്യത കൂടുതലാണ്. ശരിക്കും അധികം ക്യാൻവാസ് വാങ്ങിക്കാണ്ടിരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നിയതാവും ഇവിടെ കണ്ട ഫുള്ള് ഫോൾഡിങ്ങുകൾ മുഴുവനും ഇങ്ങനെ ഒരു നല്ലവണ്ണം മടക്കുകൾ വരും. നമുക്ക് ചിലപ്പോൾ വിചാരിച്ച സ്ഥലത്തൊക്കെ ഇങ്ങനെ ഫോൾഡായിട്ട് വരുന്ന രീതിയിൽ വരും. നമ്മളിത് മടക്കിയെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ റോളായിട്ട് ഇതാണ് ഫുള്ളായിട്ട് ആ ക്യാൻവാസിൻ്റെ നീളത്തിൽ വീതിയിൽ അത് നമ്മൾ റോളായിട്ടാണ് എടുക്കണമെങ്കിൽ വീതിയിൽ വെച്ച് റോളായിട്ട് മടക്കണമെന്ന് വെച്ചാൽ പിന്നെ നമുക്കത് നല്ല വൃത്തിക്ക് കിട്ടും. പക്ഷേ നമ്മളിതിങ്ങനെ വീടുകളിലേക്ക് നമ്മളിത് വാങ്ങിച്ചു കൊണ്ടുപോകും, അല്ലെങ്കിൽ ഷോപ്പുകളിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മളിത് മടക്കി വയ്ക്കുമ്പോൾ കുറേ ഫോൾഡിങ് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അധികം വാങ്ങിക്കാണ്ടിരിക്കുകയാണ് നല്ലത് പേപ്പർ ക്യാൻവാസ്. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, പേപ്പർ ക്യാൻവാസ് ഒടിഞ്ഞ് ആ ഒരു ക്വാളിറ്റി കുറഞ്ഞ പോലെ വരിക. മടക്കുകളിലൊക്കെ ഭയങ്കരമായിട്ട് ക്വാളിറ്റി കുറഞ്ഞതായിട്ടൊരു ഫീലിംഗ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ഏകദേശം വലുപ്പത്തിൽ മിക്സ് ചെയ്തിട്ട് എന്താ പറയുക, ഒരു നെക്കിൻ്റെ ഒക്കെ ഒരു നീളത്തിന് വീതിക്കനുസരിച്ച് കട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല വൃത്തിക്ക് ഇരിക്കും. അത് ചിലപ്പോൾ എല്ലാവർക്കും ഒരേ അളവിലാവില്ല പിന്നെ ക്യാൻവാസിൻ്റെ ഉപയോഗം വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കത് എല്ലാ രീതിയിൽ ഉപയോഗിക്കാനും പറ്റില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു നീളം കൂടിയ സിബ്ബാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ സിബിൻ്റെ നല്ല വശം ക്ലോത്തിൻ്റെ നല്ല വശത്തിനോട് ചേർത്ത് തയ്ക്കണം. ഒരു 1/4 ഇഞ്ച് വീതിക്കിലാണ് തയ്ച്ച് വരേണ്ടത്. അതിന് ഫൂട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. നമ്മൾ ഇതിനകത്ത് ഫൂട്ട് മാറ്റിയിട്ടില്ല, മാറ്റാണ്ടും തയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഫൂട്ട് മാറ്റിയാൽ കുറച്ചും കൂടി വേഗതയിൽ തയ്ക്കാൻ എളുപ്പമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വീതി കറക്റ്റ് നമുക്ക് ആ ഒരു വീതി കറക്റ്റ് എടുക്കാൻ കിട്ടില്ല. നമുക്ക് 1/4 ഇഞ്ച് വീതിയാണ് ഇതിനകത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ഫൂട്ട് മാറ്റാണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. കണ്ടില്ലേ, ഇത് ക്യാൻവാസ് നമ്മൾ അയൺ ചെയ്ത് പിടിപ്പിച്ചേക്കാവുന്നതാണ്. പിന്നെ സ്റ്റിച്ച് ചെയ്തും പിടിപ്പിക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ പേപ്പർ ക്യാൻവാസ് ആകുമ്പോൾ അത്രയ്ക്കധികം ഫുള്ളായിട്ട് അങ്ങോട്ട് എന്താ പറയുക, ഒട്ടാൻ ഇത്തിരി പ്രയാസം ഉണ്ടായിരിക്കും തുണിയിലൊക്കെ. ചില സമയഭാഗങ്ങളിലൊക്കെ ചെറിയ രീതിയിലൊരു ചില നന്നായിട്ട് അങ്ങനെ അത്ര കണ്ട് അങ്ങോട്ട് വരാറില്ല. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഇരുന്നിട്ട് തയ്ച്ചിട്ടാണ് ശരിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിബ് തയ്ച്ച ശേഷം അതിനെ പതിച്ചടിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നല്ല വൃത്തിക്ക് ഇരിക്കുക. അപ്പോൾ നമ്മൾ പതിച്ചടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാലൻസുള്ള സിബ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ട, പിന്നീട് കട്ട് ചെയ്താൽ മതി കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞ ശേഷം കട്ട് ചെയ്താൽ മതി. ഞാൻ പറയാം ആ സമയത്ത് കട്ട് ചെയ്താൽ മതി. അല്ലാന്ന് വെച്ചാൽ നമുക്ക് തയ്ച്ച് വരുമ്പോഴൊക്കെ ഒരു പാടാണ്, മറിച്ചിടാനും ഒക്കെ ഒരു പാട് വരും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അത് മാറ്റുന്നില്ല. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് നല്ല വശം വരുന്ന രീതിയിൽ ഇപ്പുറത്തെ ഭാഗം ഉണ്ടോ, സിബിന് നല്ല വശത്തേക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫൂട്ട് മാറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി വേഗതയിൽ തയ്ക്കാൻ എളുപ്പമുണ്ടായിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ ഫൂട്ട് മാറ്റാതെ തന്നെയാണ് തയ്ക്കുന്നത്. പൈപ്പിംഗ് ഫൂട്ട് ഇടുന്ന പോലത്തെ വൺ സൈഡ് കിട്ടും. ലെഫ്റ്റിലോട്ടും വരുന്നതും കിട്ടും, റൈറ്റിലോട്ട് വരുന്നതും കിട്ടും. അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. സിബ് വെച്ച് തയ്ക്കുമ്പോൾ എളുപ്പമാണ്. പൈപ്പിംഗ് 1 ഫൂട്ട് ഇടുന്നത് നല്ലത്. ഇനി നമുക്കിത് മറിച്ചിടാൻ കണ്ടോ. ഇതിപ്പോൾ ഫുള്ളായിട്ട് സിബ് ലെങ്ത്തിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മറിച്ചിടാൻ എളുപ്പം. അല്ലെങ്കിൽ ക്യാൻവാസ് കട്ടി കൂടും തോറും നമുക്കിത് മറിച്ചിടാനൊക്കെ ഇത്തിരി സ്ട്രഗിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് സിബ് നിവർത്തിയപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്ച്ചെടുക്കണം. പതിച്ചടിക്കുന്ന ഒരു സൈഡിൽ നിന്ന് സിബ് ഓപ്പൺ ചെയ്ത ഭാഗത്തു നിന്ന് പതിച്ചടിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. അപ്പുറത്തെ സൈഡിലത്തെ കുറച്ച് ഭാഗത്തുമ്പോൾ നമുക്ക് ശരിക്കും പതിച്ചടിക്കാൻ ഇത്തിരി പ്രയാസമാണ് കേട്ടോ. അത്ര അറ്റത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഇത്തിരി പ്രയാസമുണ്ട്. ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ അടിഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് തയ്ക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്, സ്ട്രഗിളാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് തിരിച്ചിട്ട് തയ്ച്ചാലും മതി കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തയ്ക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ തയ്ച്ചോളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ ഓൾ അമർത്താം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇടുന്ന പുതിയ വീഡിയോസ് ഇടുന്നത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്.
പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയുന്ന വീഡിയോസിൽ മാത്രമാണ് എല്ലാവരും കമൻറ്റ് ചെയ്യാറുള്ളത്. അപ്പം നമ്മുടെ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്നോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നോ എന്ത് തന്നെയായാലും കുഴപ്പമില്ല. അപ്പോൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നമുക്ക് വീണ്ടും ബാക്കിയുള്ളത് നമ്മൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് പറയാം. ഇനി നമുക്ക് നമ്മുടെ സിബിൻ്റെ ഭാഗം പെർഫെക്ഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് തുറക്കുമ്പോൾ സിബുമ്മ പിടിച്ച് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലോത്തുമ്മ പിടിച്ച് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിടി പോലെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് നമ്മൾ ഉണ്ടാക്കണേ കേട്ടോ. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീതിക്ക് അനുസരിച്ച് തുണി എടുക്കാം. നമ്മളൊരു 1.5 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ട് ഉള്ളിലേക്ക് 2 സൈഡിലും മടക്കി വെച്ചിട്ടു അത്ര തയ്ച്ചുള്ളൂ. അതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയൊരു അളവിൽ ഉള്ളിലോട്ട് പിടി വെക്കാൻ പറ്റാവുന്ന ഒരു ചെറിയൊരു അളവിൽ നമുക്കത് അങ്ങനെ കൃത്യമായിട്ട് അളന്നൊന്നുമില്ല, ചെറിയൊരു ഇതിൽ ഉള്ളിലേക്ക് വെച്ചു. പിന്നെ ആ സിബിന് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലോസിങ് ആവുന്ന രീതിയിലും കൂടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. 2 സൈഡിൽ നമ്മൾ സിബ് എന്താ പറയുക സൈഡ് ഭാഗങ്ങൾ അറ്റഭാഗങ്ങൾ പുറത്തേക്ക് നിൽക്കാത്ത രീതിയിൽ, അതുപോലെ മാത്രമല്ല ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും അത് ഇങ്ങനെ നല്ല വൃത്തിക്ക് നിൽക്കുന്ന ഒരു പെർഫെക്ഷനിൽ നിൽക്കുന്ന രീതിക്കും കൂടിയും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത പോലെ ഒന്ന് ക്ലോസ് ചെയ്ത പോലെ സ്റ്റിച്ച് ചെയ്ത് തരണം കേട്ടോ. അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ ഭാഗം സ്റ്റിച്ച് ചെയ്യണ ഭാഗം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ക്ലോത്ത് വെച്ച് കഴിഞ്ഞാൽ ചെയ്തതാണ്, എക്സ്ട്രാ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം നമുക്ക് പിടി വരുന്ന പോലെ ഉള്ളത് രീതിയിൽ ആദ്യം ജസ്റ്റ് ഫോൾഡ് ചെയ്തു. അതിന് ശേഷം ബാലൻസ് കുറച്ച് ഭാഗം സിബുമ്മയ്ക്കും ക്ലോസ് ചെയ്യണ രീതിയിൽ എടുത്തു എന്നേ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 രീതിയിലും ഉപകാരപ്പെടും. പിന്നെ നിങ്ങൾക്ക് കോർണറിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് വെച്ചിട്ട് 4 സൈഡിലും നമ്മൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നാണ് കേട്ടോ ഞാൻ എടുത്തത്. സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്ന് 4 സൈഡിൽ നിന്നും ഇതുപോലെ 1 ഇഞ്ചിൻ്റെ സ്ക്വയർ എടുത്ത് കട്ട് ചെയ്തു. 2 സൈഡിലോട്ട് സ്ക്വയർ വരുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലല്ല സോറി, നമ്മൾ 4 സൈഡിലും ഇതുപോലെ 1 ഇഞ്ച് വെച്ച് സ്ക്വയറിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സിബ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. നമുക്കിത് സിബ് ഓപ്പൺ ചെയ്താലാണ് നമുക്ക് 4 സൈഡ് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമുള്ളൂ കേട്ടോ. കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ആദ്യം സിബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സിബ് ഓപ്പൺ ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് സിബ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കരുത്. കുറച്ച് ദൂരം മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്യാനൊക്കെ എളുപ്പമുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ സൈഡൊക്കെ അടിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് സിബ് ക്ലോസ് ചെയ്ത് വെക്കരുത്. പിന്നെ ഈ സൈഡ് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഇങ്ങനെ തയ്ക്കണേക്കാട്ടിലും മുമ്പ് നമുക്ക് അവിടെ സൈഡൊന്ന് ലോക്ക് ചെയ്ത് നമ്മൾ 1 ഇഞ്ചിൻ്റെ സ്ക്വയർ നമ്മൾ എടുത്ത് കട്ട് ചെയ്ത് മാറ്റിയല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ലോക്ക് ചെയ്ത ഭാഗം വരുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തയ്ച്ച സ്റ്റിച്ച് അഴിഞ്ഞു പോകാനൊരു സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ 2 സൈഡ് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ 1 ഇഞ്ചിൻ്റെ സ്ക്വയർ ചെയ്ത ഭാഗത്ത് ലോക്ക് ചെയ്ത് അഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ സ്ഥലത്തും ഒന്നുകൂടി ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഓരോ കോർണറുകളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. 4 സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കാലിഞ്ച് വീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. പിന്നെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമ്മൾ ലോക്ക് ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് ഓപ്പൺ ആയുള്ള ഏരിയ ആയതുകൊണ്ട് നമുക്കത് അഴിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്ത് തന്നെ ആക്കണം. ഇപ്പോൾ 4 സൈഡിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 4 സൈഡിലും ഇതുപോലെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഇനി നമുക്കിത് മറിച്ചിടണം. സിബ് ഫുള്ളായി ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിത് അപ്പുറത്തേക്ക് മറിച്ചിടാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പൗച്ച് കിട്ടിയിട്ടുണ്ട്. പെൻസിലൊക്കെ വയ്ക്കാൻ പറ്റാവുന്ന വീതി അനുസരിച്ചാണ്. പിന്നെ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ നമുക്ക് പിടിക്കാൻ എളുപ്പത്തിനും ആ ലോക്ക് കറക്റ്റായിട്ട് പെർഫെക്ഷനിൽ നിൽക്കുന്നതിന് സ്റ്റാർട്ടിങ് ഭാഗം ഉണ്ടല്ലോ സിബിൻ്റെ, അതൊക്കെ നമ്മൾ ഇതിനകത്ത് കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ.